ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് HSC ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇത് പാർട്ട് 5 ആണ്, അതായത് 75ാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ലോഹമാണ് സ്വയം നിരോക്സീകരണം വഴി വേർതിരിച്ചെടുക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ചെമ്പാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ക്വാണ്ടം നമ്പറുകളുടെ സാധ്യമല്ലാത്ത ഗണം ഏത്? ആൻസർ ഓപ്ഷൻ ബി n=4, l=0, ml=-1. ഇവിടെ ml=-1 വരില്ല, കാരണം l=0 ആയതുകൊണ്ട്. അടുത്ത ചോദ്യം, CuCOX ടൈംസ് പ്ലസ് എന്ന കോംപ്ലക്സ് അയോണിൽ എക്സിൻ്റെ വില എത്ര ആകുമ്പോഴാണ് 18 ഇലക്ട്രോൺ നിയമം പാലിക്കപ്പെടുന്നത്? ഇവിടെ കോപ്പറിൽ നിന്നുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന, അപ്പോൾ ഇവിടെ എക്സ് കാർബൺ മോണോക്സൈഡ്സ് ആണുള്ളത്, അതുകൊണ്ട് 2x. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 വരണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x=4 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി 4. അടുത്ത ചോദ്യം, ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന് 23 മിനിറ്റ് കൊണ്ട് 90% നാശം സംഭവിക്കുന്നുവെങ്കിൽ ആ മൂലകത്തിൻ്റെ അർദ്ധായുസ് എത്ര? ഇവിടെ നമുക്ക് 90% ക്ഷയിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അവശേഷിക്കുന്ന ശതമാനം എന്ന് പറയുന്നത് 0.1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഫോർമുല ആയിട്ടുള്ള 2.303/T log n0/nt എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ 0.1 പെർ മിനിറ്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് T½ കാണാനുള്ള ഫോർമുല ആയിട്ടുള്ള 0.693/K എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T½ വാല്യൂ 6.93 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 80 ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താപനിലയിൽ വ്യത്യാസം വരുത്താതെ 1 മോൾ ആദർശവാതകത്തിൻ്റെ വ്യാപ്തത്തെ 1 ലിറ്ററിൽ നിന്നും 10 ലിറ്ററായി വികസിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആന്തരിക ഊർജത്തിൻ്റെ അളവ് ഡാഷ് ആണ്. ഇവിടെ ആന്തരിക ഊർജത്തിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചറിന് മാത്രമാണ്. ഇവിടെ ചോദ്യത്തിൽ താപനിലയിൽ വ്യത്യാസം വരുത്തുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആൻസർ 0 ആണ്. അടുത്ത ചോദ്യം, ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥ നിർണ്ണയിക്കുന്ന ഘട്ട നിയമം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ Kp=Kc എന്ന സമവാക്യം ബാധകമാകുന്ന സന്തുലിതാവസ്ഥ ഏതാണ്? Kp=Kc ആകണമെങ്കിൽ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും എണ്ണം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, H2 + I2 gives 2Hi. അടുത്ത ചോദ്യം, പൊതു അയോണുള്ള 2 ലവണങ്ങൾ ഒരു ലായനിയിൽ ചേർക്കുമ്പോൾ വിയോജനത്തിൻ്റെ തോത് ഡാഷ് ആണ്. ഇത് കോമൺ അയൺ എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്ന പൊതുവായ അയൺ അഥവാ കോമൺ അയൺ വരുമ്പോൾ അതിൻ്റെ വിയോജനം അല്ലെങ്കിൽ ഡിസോസിയേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, അത്യധികം ഉയർന്ന താപനിലയിൽ റേറ്റ് സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം ഡാഷ് ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് അറീനിയസ് ഇക്വേഷൻ. K=Ae−EA/RT. വളരെ ഉയർന്ന താപനിലയിൽ T→∞. അങ്ങനെ വരുമ്പോൾ -EA/RT = 0. സോ e−EA/RT എന്നത് e⁻0 എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഇത് അറീനിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K = A എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി, K = A. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞ് ഡാഷ് കൊളോയിഡൽ സ്വഭാവമുള്ള ലായനിയാണ്. ആൻസർ ഓപ്ഷൻ എ, വാതകത്തിൽ ദ്രാവകം. അടുത്ത ചോദ്യം, ഡാനിയൽ സെല്ലായ സിങ്ക് സൾഫേറ്റ് 0.01 മോളാർ, CuSO4 1 മോളാർ, Cu ഇതിൻ്റെ EMF E1 ആണ്. ഇതിൽ സിങ്ക് സൾഫേറ്റിൻ്റെ സാന്ദ്രത 1 മോളാർ ആക്കിയും
കോപ്പർ സൾഫേറ്റിൻ്റെ സാന്ദ്രത 0.01 മോളാറാക്കിയും മാറ്റുമ്പോൾ EMF E2 ആയി മാറുന്നു. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നവയിൽ E1ഉം E2ഉം തമ്മിലുള്ള ബന്ധം ഏതാണ് ശരി? ഇത് നമ്മൾ നോൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നോൺസ്റ്റ് ഇക്വേഷൻ E=E0 - 0.0591/n log Zn2+/Cu2+. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ E1ൻ്റെ വാല്യൂ നമുക്ക് E0 + 0.0591 എന്ന് കിട്ടും. സെക്കൻഡ് EMF അതായത് E2ൻ്റെ വാല്യൂ E0 - 0.0591 എന്ന് കിട്ടും. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ E1 ഈസ് ഗ്രേറ്റർ ദാൻ E2 എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x2 + y2 gives 2xy. ഡെൽറ്റ H = Q കലോറി. മേൽ പറഞ്ഞിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ ഉൽപ്പന്നമായ XYയുടെ രൂപീകരണ താപം ഡാഷ് ആണ്. ഈ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു മോൾ സംയുക്തം ഫോം ചെയ്യാനുള്ള എൻതാൽപ്പി ചേഞ്ചാണ്. അപ്പോൾ ഇവിടെ 2 മോളാണ് XY ഫോം ചെയ്തിരിക്കുന്നത്. 2 മോൾ ഫോം ചെയ്യാനുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് Q കലോറിയാണ്. അപ്പോൾ 1 മോൾ ഫോം ചെയ്യാൻ Q/2 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഒരു രാസപ്രവർത്തനത്തിലെ സമതുല്യതാ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറയുന്നവയൊന്നുമല്ല. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് താപനിലയെ അഥവാ ടെമ്പറേച്ചറിനെയാണ്. ഇവിടെ താപം എന്നാണ് ഓപ്ഷൻ. 90ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ബെൻസീൻ്റെ ഘടന വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. എല്ലാ കാർബൺ ആറ്റങ്ങളും sp2 ഹൈബ്രിഡൈസേഷനിലൂടെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോണുകളുടെ ഒരു പ്ലാനാർ ഷഡ്ഭുജം രൂപപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, ചുവടെ കാണുന്നവയിൽ ജാമതീയ ഐസോമെറിസം പ്രകടമാക്കുന്ന സംയുക്തം ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി, ബ്യൂറ്റൂയിൻ മാത്രമാണ് ജിയോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നത്. അവിടെ ഫോം ചെയ്യുന്ന ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് സിസും ട്രാൻസും 2-ബ്യൂട്ടീനാണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 94, സമമിതി ഇല്ലാത്തതും 2 കൈറാൽ കേന്ദ്രങ്ങൾ ഉള്ളതുമായ ഒരു സംയുക്തത്തിന് സാധ്യമാകുന്ന സ്റ്റീരിയോ ഐസോമറുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 4 ആണ്. അടുത്ത ചോദ്യം, നൈട്രോ ഗ്രൂപ്പ് പ്രകടമാക്കുന്ന മീസോമെറിക് എഫക്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, -M എഫക്റ്റ്. അടുത്ത ചോദ്യം, രാസപ്രവർത്തന വേളയിൽ 1,2 മീഥൈൽ ഷിഫ്റ്റ് നടക്കാൻ സാധ്യതയുള്ള സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2-ക്ലോറോ-ബ്യൂട്ടീൻ. അടുത്ത ചോദ്യം, യൂണിമോളിക്കുലാർ എലിമിനേഷൻ മെക്കാനിസം നടക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംയുക്തത്തെ തിരഞ്ഞെടുക്കുക. E1 മെക്കാനിസം കൂടുതലായിട്ട് നടക്കുന്നത് ടേർഷ്യറി കോമ്പൗണ്ട്സിനാണ്. അപ്പോൾ ഇവിടെ ടേർഷ്യറി കോമ്പൗണ്ടായിട്ട് വരുന്നത് സി, ടേർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന അയോണുകളിൽ ഹക്കൽ നിയമപ്രകാരം അരോമാറ്റിക് ആയിട്ടുള്ളത് ഏതാണ്? ഹക്കലിൻ്റെ 4n+2 റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിലെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്ന് ചെക്ക് ചെയ്യാം. സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോണിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 വരും. ഇത് ഹക്കലിൻ്റെ 4n+2 റൂള് പാലിക്കുന്നുണ്ട്. സൈക്ലോപെൻറ്റഡൈനൈൽ ആനയോണിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇവിടെ 6 പൈ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെയും ഹക്കൽസ് റൂള് പാലിക്കുന്നുണ്ട്. അടുത്ത ട്രോപ്പീലിയം അയോണാണ്. ട്രോപ്പീലിയം അയോണിലും 6 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതായത് 4n+2 റൂള് ഒബേ ചെയ്യുന്നു. ഇവിടെ എല്ലാ കോമ്പൗണ്ട്സും, അതായത് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാ കോമ്പൗണ്ട്സും അരോമാറ്റിക് ആണെന്ന് കിട്ടി. സോ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം. അടുത്ത ചോദ്യം, ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി സെക്കൻഡറി ആൽക്കഹോൾ നൽകുന്ന സംയുക്തം ഏതാണ്? നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കൂടെ ഫോമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോള്, ബാക്കി എല്ലാ ആൽഡിഹൈഡ്സും സെക്കൻഡറി ആൽക്കഹോള്, കീറ്റോൺസ് ടേർഷ്യറി ആൽക്കഹോള്, അതുപോലെ കാർബൺ ഡയോക്സൈഡ് കാർബോക്സിലിക് ആസിഡും തരുന്നു. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്നത് എത്തനാലാണ്. ഓപ്ഷൻ സി, എത്തനാൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
DNA-യിൽ ഇല്ലാത്തതും എന്നാൽ RNA-യിൽ കാണപ്പെടുന്നതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, യുറാസിൽ. ഇതോടുകൂടി നമ്മൾ ഈ കഴിഞ്ഞ HSA ഫിസിക്കൽ സയൻസ് എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ HSSC കെമിസ്ട്രിയുടെ ക്ലാസ്സസ് തുടങ്ങുമോ എന്ന് ചോദിച്ചിരുന്നു. അത് ഉടനെ തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് വേണമെങ്കിൽ അറിയിച്ചാൽ ഞാനത് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. താങ്ക്